എന്ന വാഗ്ദാനത്തിന് വഞ്ചിതരായി അവർക്ക് വോട്ടുകുത്തിയിട്ടുള്ള ആളുകളെല്ലാം വല്ലാതെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 13, 14, 15 വയസ്സുള്ള കുട്ടികളോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചിരുന്ന ഘട്ടത്തിൽ അവർക്കതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ ഈ സതീശൻ മേനോൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ എല്ലാവരും ഈ പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആവേശത്തോടുകൂടി ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുന്ന സമയമാണ്. ആവേശകരമായ ഫൈനൽ പോരാട്ടം നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോ ആ ഫൈനൽ പോരാട്ടം അത് ആവേശത്തോടുകൂടി കാണാൻ വേണ്ടി ആളുകളെല്ലാം ജനറേറ്റർ ഏൽപ്പിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ട് ഈ നിലയിലേക്ക് കേരളം മാറുന്നു എന്നത് അത്യന്തം ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് UDF ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്, വൈദ്യുതി മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ കുറവ് കൊണ്ടാണ്.